ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രിലിംസിന് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് ചാൻസ്. പിന്നെ അതിൻ്റെ കൂടെ SCRTയും കൂടി പ്രധാനപ്പെട്ടതായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. SCRT എന്ന് പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസും സയൻസും പ്രധാനമായിട്ടും 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ ചോദ്യങ്ങളും നോക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ടീം നിങ്ങൾക്ക് വേണ്ടി 5 മുതൽ 12 വരെയുള്ള സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങളിലെ ഓരോ ചാപ്റ്റേഴ്സിനെയും ന്യൂ പാറ്റേൺ രീതിയിലാക്കി ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ് എല്ലാ പാഠഭാഗങ്ങളും എല്ലാ ചാപ്റ്റേഴ്സും പ്രസ്താവന രീതിയിൽ മലയാളത്തിലും അതുപോലെ +1 +2 ഇംഗ്ലീഷിൽ പ്രസ്താവന രീതിയും MCQs ആണ് അതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലുമാണ് കൊടുത്തിട്ടുള്ളത്. പുസ്തകം വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ പുസ്തകത്തിനെ പറ്റിയുള്ള റിവ്യൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ പുസ്തകം ഓർഡർ ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താല്പര്യമുള്ള എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. നിങ്ങൾ കണ്ടന്റ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ന്യൂ പാറ്റേൺ രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും വാങ്ങുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചോദ്യപേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ചോദ്യപേപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് SCRTക്ക് വളരെയധികം പ്രാധാന്യം നൽകിയൊരു ചോദ്യപേപ്പറാണ്. 2017 തൊട്ട് ഇങ്ങോട്ടാണ് PSCയുടെ ട്രെൻഡ് മാറാൻ തുടങ്ങിയത്. അപ്പോൾ ആ വർഷം തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചോദ്യപേപ്പർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 കൊല്ലം, ഇടുക്കി, കണ്ണൂർ ജില്ലയിൽ 2019 നടന്ന പരീക്ഷയുടേതാണ്. ആദ്യത്തെ ചോദ്യം, ഒരു പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഇത് SCRT ചോദ്യമാണ്. ഉത്തരം ദിനാന്തരീക്ഷ സ്ഥിതി. ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ദിനാന്തരീക്ഷ സ്ഥിതി എന്നതാണ്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? SCRT ചോദ്യമാണ്. നമ്മുടെ ബുക്കിലും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? മഗധയാണ്. മഗധ. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന് പറയുന്നത് മേരി കോം ആണ്. ഇവിടെ ഇന്ത്യൻ താരം എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഉത്തരം മുഹമ്മദ് അലി ഖമറാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം അന്ന് ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? SCRT ചോദ്യമാണ്. രസബാരോമീറ്റർ ആണ്. രസബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര്? ഇതും SCRT ചോദ്യമാണ്. നമ്മുടെ പുസ്തകത്തിലും ഉണ്ട്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. ജോനാഥൻ ഡങ്കൻ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് SCRT ഫാക്ട് ആണ്. നമ്മുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഇതും SCRT ചോദ്യമാണ്. നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ജർമി ബന്ധാം. ജർമി ബന്ധാം. SCRT ഫാക്ട് ആണ്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ജർമി ബന്ധാമിന്റെ വാക്കുകളാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഏത് മേഖലയിലെ ഏജൻസിയാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രവും ആണവശാസ്ത്രവും വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. SCRT ഫാക്റ്റുമായിരുന്നു. അടുത്ത ചോദ്യം, ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? നിംബസ് മേഘങ്ങൾ. ചാരനിറത്തിലുള്ള മേഘങ്ങൾ ഏതാണ്? നിംബസ് മേഘങ്ങളാണ്. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ചെങ്കിസ് ഖാൻ. SCRT ആണ്. നമ്മുടെ പുസ്തകത്തിലും ഉണ്ട്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ജരേക്കറുടെ ആത്മകഥ ഏത്? സഞ്ജയ് മഞ്ജരേക്കറുടെ ആത്മകഥയാണ് ഇംപെർഫെക്റ്റ്. ഇംപെർഫെക്റ്റ് എന്നത്.
റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ്? SCRT ആണ്. അയണോസ്ഫിയർ. അയണോസ്ഫിയർ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത്? ഹിമാദ്രി. SCRT നമ്മുടെ പുസ്തകത്തിലുമുണ്ട്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും ഇടപെടലുകളും പരിമിതപ്പെടുത്തുന്നതിനെ എന്താ പറയുന്നത്? ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, SCRT ഫാക്റ്റ് ആയിരുന്നു, ചോദ്യം ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളവിനം ഏതാണ്? SCRT ഫാക്റ്റ് ആണ്. പരുത്തിയാണ്. കോട്ടൺ ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളവിനം. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര് എന്താണ്? സംവഹന വൃഷ്ടി. SCRT ഫാക്റ്റ് ആണ്. ഈ ചോദ്യം വേറൊരു പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ BSc വേറൊരു ഉത്തരവാണ് കൊടുത്തത്. പക്ഷേ ഈ പരീക്ഷയ്ക്ക് സംവഹന വൃഷ്ടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? SCRT ആണ്. പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം. അപ്പൊ ഈ ഫാക്ട്സ് എല്ലാം വന്നിരിക്കുന്നത് SCRTയിൽ നിന്നാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പുസ്തകം വാങ്ങാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ഉത്തരം ടൈഗയാണ്. ടൈഗ. യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ടൈഗ. ദീൻദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ദീൻദയാൽ തുറമുഖം കാൺലയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണയാണ്. ഓക്കെ. ഇന്ത്യയിലെ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. തുഷാർ മേത്ത. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏത്? SCRT ഫാക്റ്റ് ആണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ്? വേലുത്തമ്പി ദളവ. എഗെയിൻ SCRT ഫാക്റ്റ്. വരിക വരിക സഹചരേ എന്നത് ആരുടെ വരികളാണ്? SCRT ആണ്. അംഷി നാരായണ പിള്ള. അംഷി നാരായണ പിള്ള. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? SCRT ആണ്. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ പശ്ചിമവാദങ്ങളാണ്. വെസ്റ്റേർലീസ് ആണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? SCRTയിലുണ്ട്. സാങ്പോ എന്ന പേരിലാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത്. അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏത് കമ്പനിയെയാണ് ഏറ്റെടുത്തത്? ഇത് കറണ്ട് അഫെയർ ആയിട്ട് അന്ന് ചോദിച്ചതാണ്. ഫ്ലിപ്കാർട്ടിനെയാണ് വാൾമാർട്ട് ഏറ്റെടുത്തത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ്? SCRT ആണ്. ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം SCRTയിലുള്ള ചോദ്യമായിരുന്നു. സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. ഇന്ത്യയിലെ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? SCRT ഫാക്റ്റ് ആണ്. ഗോദാവരിയാണ്. ഗോദാവരി. ഇന്ത്യക്ക് അകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? SCRT. ലളിതകലാ അക്കാദമിയാണ്. ലളിതകലാ അക്കാദമി. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏത്? SCRT ഫാക്റ്റ് ആണ്. ജാമിയ മിലിയ ഇസ്ലാമിയ. ജാമിയ മിലിയ ഇസ്ലാമിയ. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സേവാസദൻ ആരുടെ കൃതിയാണ്? SCRT ഫാക്റ്റ്. സേവാസദൻ എന്നത് പ്രേംചന്ദിന്റെ കൃതിയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് SCRT ഫാക്റ്റ് ആണ്. ബാലഗംഗാധര തിലക്. കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിക്ക് പറയുന്ന പേര്? SCRT ഫാക്റ്റ് ആണ്. ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏതാണ്? ഉത്തരം ആന്ത്രോത്താണ്. ആന്ത്രോത്താണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ്. ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര് എന്താണ്? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ്.
സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? SCRT ഫാക്റ്റ് ആണ്. രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അപ്പോൾ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ്? SCRTയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻകര. തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏത്? SCRT ആണ്. സൗരസ്ഥിത ഉപഗ്രഹം ലാൻഡ്സാറ്റ് ആണ്. ലാൻഡ്സാറ്റ്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എഗെയിൻ SCRT. അഗസ്റ്റ് കോംതെ. അഗസ്റ്റ് കോംതെ ആണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? SCRT ആണ്. ലോക്പാൽ ആണ്. രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏത്? SCRT ആണ്. പരിണാമ സിദ്ധാന്തം. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആരാണ്? SCRT ആണ്. ചേറ്റൂർ ശങ്കരൻ നായർ. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാരഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? SCRT ആണ്. പ്രത്യക്ഷരക്ഷാ ദേവസഭ. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. പിക്ക് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററിയുടെ മീനിങ് എന്താണ്? ട്രസ്റ്റി എന്നുള്ളതാണ്. ട്രസ്റ്റി. The fifth chapter comprises dash 3 sections. അപ്പോൾ കംപ്രൈസസ് കഴിഞ്ഞ് വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഉത്തരം കംപ്രൈസസ് കഴിഞ്ഞ് പ്രിപ്പോസിഷൻ ഒന്നും ഇല്ല. നോ പ്രിപ്പോസിഷൻ ആണ്. The fifth chapter comprises 3 sections. ആന്റോണിം ഓഫ് അബോർട്ടീവ്. അബോർട്ടീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിലീറ്റഡ് ആണ് ഈ ചോദ്യം. റീപ്രൊഡക്റ്റീവ് വരും, ഫ്രൂട്ട്ഫുൾ ഒക്കെ വരും. ഓക്കെ. The one word for a person who doubts in religious practices is known as skeptic. The idiom bury the hatchet means bury the hatchet എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് stop enmity ആണ്. Victor seldom visits his uncle. Question tag എഴുതാനാണ്. Victor seldom visits his uncle. Question tag ഏതാ വരാ? Does he ആണ് വരുന്നത്. Khalil Gibran is one of the greatest poets of the world. Pick out the comparative degree of the sentence. Comparative degree. Khalil Gibran is greater than many other poets of the world എന്നതാണ്. The passive form of I keep my books here. ഇതിന്റെ passive form my books are kept here എന്നുള്ളതാണ്. Pick out the correctly spelt word. Correctly spelt word ഏതാണ്? Option A constellation. CONSTELLATION. We need 2 more players to dash the team. Supply suitable phrasal verb. ഉത്തര ഏതാ? മേക്കപ്പ് ആണ്. സ്പോട്ട് ദ എറർ പാർട്ട് ഇൻ ദ സെന്റൻസ്. അപ്പോൾ ഒരു സെന്റൻസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എറർ പാർട്ട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് വയലേറ്റ് എന്നുള്ളതാണ്. ദ പ്രിൻസിപ്പൽ വാസ് പ്ലീസ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഡു നോട്ട് വയലേറ്റ് ദ റൂൾസ് ഓഫ് ദ കോളേജ്. ഓക്കെ, അപ്പോൾ ഡു നോട്ട് എന്തുകൊണ്ട് വന്നില്ല? പ്രസന്റ് ടെൻസിലാണ് ഡു നോട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വാസ് പ്ലീസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും പാസ്റ്റ് ടെൻസിലാണ്, ഡിഡ് നോട്ട് ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, വാട്ട് വിൽ യു ഡു ഡാഷ് നൗ ആൻഡ് 5 o'clock. ഉത്തരം ഏതാ വരുന്നത്? ബിറ്റ്വീൻ ആണ്. 2 സമയത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നൗ ആൻഡ് 5 o'clock. അപ്പം ബിറ്റ്വീൻ ആണ് ചേർക്കുന്നത്. മെനി എ മിക്കിൾ ഡാഷ് എ മക്കൾ. സപ്ലൈ കറക്റ്റ് ടെൻസ് ഫോം. ഉത്തരം ഏതാ? മേക്സ് എ മക്കൾ. ദ ഇഡിയം ലിംഗ്വാ ഫ്രാങ്ക മീൻസ് എന്താണ്? ലിംഗ്വാ ഫ്രാങ്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ ലാംഗ്വേജ് ആണ്. Indirect form of the sentence, I came here yesterday to get the work started, said Naveen. അപ്പോൾ ഇതിന്റെ indirect speech option B. Naveen said that he had come here the day before to get the work started എന്നുള്ളതാണ്. Yesterday എന്താവും? The day before ആകും. അതുപോലെ came എന്നുള്ളത് had come ആകും. Okay. I drink tea. The sentence is I drink tea എന്ന് പറയുന്നത് എന്ത് ടൈപ്പിലെ സെന്റൻസ് ആ? അഫിർമേറ്റീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ്. പിക്ക് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. ഇപ്പൊ ഇതിലെ കോമ്പൗണ്ട് വേർഡ് ഓപ്ഷൻ സി ബർത്ത്ഡേ. 2 വേർഡ് കമ്പൈൻ ചെയ്തിട്ടാണ് ബർത്ത്ഡേ എന്ന ഒറ്റ വേർഡ് ഉണ്ടായത്. അടുത്ത ചോദ്യം, ഇഫ് ഹി ഹാഡ് വൺ ദ റേസ് ഹി ഡാഷ് ദ ചാമ്പ്യൻ. ഏതാ ഉത്തരം വരുന്നത്? വുഡ് ഹാവ് ബീൻ.
അപ്പോൾ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 വേണം വരാൻ. I went there yesterday. The sentence is the answer to the question. അപ്പോൾ ഏത് ചോദ്യത്തിന് ഉത്തരമാണ് I went there yesterday എന്ന് പറയുന്നത്? When did you go there? When did you go there? I went there yesterday. അടുത്ത ചോദ്യം, ഡാഷ് ഓഫ് ലേഡീസ് പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. ഡാഷ് ഓഫ് ലേഡീസ്, ബെവി ഓഫ് ലേഡീസ്. ലേഡീസിന്റെ ഗ്രൂപ്പിനെ പറയുന്നത് എന്താണ്? ബെവി. ഇത് മലയാളം ചോദ്യങ്ങളാണ് 10. ശരിയായ പദം ഏത്? അമാത്യൻ എന്നെങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അമാത്യൻ. വാക്യം ശുദ്ധീകരിക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്. അതാണ് ഉത്തരം. നീലോൽപല മിഴിമാർ എന്ന പദത്തിന്റെ ശരിയായ വിവക്ഷ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. നീലോൽപലത്തിന് സമമായ മിഴികളോട് കൂടിയ സ്ത്രീകൾ. നദി എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? നദി എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് സരസാണ്, സരസ്. അചഞ്ചലം എന്ന പദത്തിന്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുക്കുക. അചഞ്ചലം ചഞ്ചലമാണ്, ചഞ്ചലം. മണ്ണിനടിയിൽ പൊന്നമ്മ ഈ കടങ്കഥ ലക്ഷ്യമാക്കുന്നത് എന്തിനെയാണ്? മണ്ണിനടിയിൽ പൊന്നമ്മ, മഞ്ഞൾ. പിരിച്ചെഴുതുക. പ്രതിദിനം അനുപമമാ ഈ ആരാധികയുടെ പ്രേമോപഹാരം. ഇതെങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ഓപ്ഷൻ ബി ആണ്. പ്രതി അധികം ദിനം അധികം അനുപമം അധികം ആം അധികം ഈ അധികം ആരാധികയുടെ അധികം പ്രേമ പ്ലസ് ഉപഹാരം. ഓക്കെ, അടുത്ത ചോദ്യം, കളേബരം എന്ന പദത്തിന് സമാനമായ പദം എഴുതുക. ശരീരമാണ്, കളേബരം ശരീരം. അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത്? അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം അഭിനേത്രി എന്നതാണ്. അവസാനത്തെ ചോദ്യം, മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന പഴഞ്ചൊല്ലിനെ ഏറ്റവും മികച്ച തർജിമ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക എന്നുള്ളതാണ് മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ SCERTക്ക് അത്രത്തോളം പ്രാധാന്യം നൽകിയൊരു ചോദ്യപേപ്പറാണ് VO എക്സാമിന്റെ. VO എക്സാമിന്റെ എല്ലാ ചോദ്യപേപ്പറും ഇങ്ങനെ SCERTക്ക് പ്രാധാന്യം നൽകിയ ചോദ്യപേപ്പർ തന്നെയാണ്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മുടെ പുസ്തകം വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.